ഹലോ, സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് പേര് കുറേ കാലങ്ങളായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കാറുണ്ട്. പക്ഷെ അങ്ങനെ നടക്കലല്ലാതെ ഒന്നും തുടങ്ങാറില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഇന്ന് കേരളത്തിൽ ഓൺലൈനിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും വേഗത്തിൽ ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈനിലൂടെയാണ്. നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓൺലൈനിലൂടെ. ഒരു 5-8 കൊല്ലം പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇതൊരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഓർ സർവീസ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അത് അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ബിസിനസ് തുടങ്ങാത്തവർ ചെയ്യേണ്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖല എന്നുള്ളത് ആദ്യം ഒന്ന് ലിസ്റ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖല, ഏത് മേഖലയിലാണ് ബിസിനസ് തുടങ്ങേണ്ടത്, എന്ത് പ്രൊഡക്റ്റ് ബേസ്ഡ് വേണോ അതോ സർവീസ് ബേസ്ഡ് വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ചിലർക്ക് ഒരു ഐഡിയയും ഉണ്ടാവില്ല. അതായത് എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഒന്നിലും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, എന്ത് തുടങ്ങണമെന്നും അറിയില്ല, പക്ഷേ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഏത് ഇൻഡസ്ട്രിയിൽ എന്ത് പ്രൊഡക്റ്റ്, അങ്ങനെ ഒരു ഇന്ന പ്രൊഡക്റ്റ് എന്ന് പറയാനില്ല, ഒരു ഇന്ന മേഖലയോട് താല്പര്യം എന്ന് പറയാനില്ല. അങ്ങനെ ഒരുപാട് വിഭാഗം ആളുകളുണ്ട്. ചിലർക്ക് കറക്റ്റായിട്ട് അറിയാം എനിക്ക് ഡ്രസ്സിൻ്റെ ബിസിനസ്, അങ്ങനെ കൃത്യമായിട്ട് മിക്കവർക്കും അറിയാം. പക്ഷേ ഒരു നിശ്ചിത വിഭാഗമുണ്ട്, അവർക്ക് ഒന്നും അറിയില്ല. ഏതിൽ സ്റ്റാർട്ട് ചെയ്യണം, എന്തിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അറിയില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തുടങ്ങാമെന്നുള്ളതാണ്. അതേ ഓപ്ഷനുള്ളൂ, വേറെ ഓപ്ഷനൊന്നുമില്ല. വേറെ എന്താ ഓപ്ഷനുള്ള? വേറൊരു ഓപ്ഷനും ഇല്ല. എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ. വെയിറ്റ് ചെയ്തിരിക്കുന്നതിനേക്കാളും ബെസ്റ്റ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. ഫെയിൽ ആവുകയാണെങ്കിൽ ഫെയിൽ ആവട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഫെയിൽ ആയതിനു ശേഷം അടുത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഓപ്ഷൻ. അപ്പോൾ നിങ്ങളുടെ മേഖല കണ്ടെത്താൻ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. പല രീതിയിൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഫ്രീക്വൻ്റായിട്ട് എന്തൊക്കെയാണ് വാങ്ങുന്നത്, എന്ത് പ്രൊഡക്റ്റൊക്കെയാണ് വാങ്ങുന്നത്, എന്ത് സർവീസാണ് പ്രിഫർ ചെയ്യുന്നത്, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്നുള്ളത് നോക്കാം. ഇപ്പം നിങ്ങൾ ഫ്രീക്വൻ്റായിട്ട് ഫാഷൻ പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന ആളാണെന്ന് വിചാരിക്കുക. അതായത് ബെൽറ്റ്, സൺഗ്ലാസസ്, അങ്ങനത്തെ ഫാഷൻ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സെർച്ച് ചെയ്യണ സംഗതി ഒരുപാട് സ്ഥലത്ത് സെർച്ച് ചെയ്തിട്ട് ആ മനസ്സിന് തൃപ്തിപ്പെടുന്ന ഒരു സംഗതി നിങ്ങൾക്ക് കിട്ടണില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം മാർക്കറ്റിൽ നിങ്ങളെപ്പോലെ തന്നെ ഇതേപോലെ സെർച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രത്യേക വലിപ്പത്തിൽ കിട്ടണില്ല. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം നമുക്ക് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റീസാണ്. വേറെ ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആമസോണിൽ കയറാം. ആമസോൺ ബെസ്റ്റ് സെല്ലേഴ്സ് ഇന്ത്യ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആമസോണിൻ്റെ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റുകൾ വരും. അപ്പോൾ ഒരുപാട് കാറ്റഗറികൾ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. ഞാൻ സൈഡിൽ കൊടുക്കാം. ഒരുപാട് കാറ്റഗറികൾ കാണാൻ നേരത്ത് നമുക്ക് തന്നെ കുറച്ചൊക്കെ ഐഡിയ വരും, എന്തൊക്കെ പ്രൊഡക്റ്റുകളുണ്ട്, ഏതൊക്കെ കാറ്റഗറികളുണ്ട്, ഏതൊക്കെ ഇൻഡസ്ട്രികളുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരെണ്ണം പിടിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു താല്പര്യമില്ല, ഒരു മേഖലയോടും താല്പര്യമില്ല, എന്നാൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വേറെ ഓപ്ഷൻ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ പലരും പറയാറുണ്ട്, നിങ്ങൾക്ക് പാഷനേറ്റഡ് ആയിട്ടുള്ള സംഗതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യണമെന്ന്. അവർക്ക് പാഷൻ തന്നെ ഇല്ല. അവർക്ക് അങ്ങനെ ഒന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇല്ലാത്തൊരു സാധനത്തിനെ എങ്ങനെയാണ് ഫോളോ ചെയ്യുക? അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു മേഖല പിടിച്ച് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ അവിടുന്ന് പതുക്കെ കയറി വരാം. നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഒരു പ്രത്യേക മേഖലയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ സ്റ്റാർട്ട് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇനി പ്രൊഡക്റ്റ് കണ്ടെത്തുന്ന കാര്യത്തിൽ നമുക്ക് ലോക്കലി തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ലോക്കലിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ വാല്യൂ കൽപ്പിക്കാത്ത പല സാധനങ്ങളും മാർക്കറ്റ് വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ വാല്യൂ ഉള്ളതായിട്ട് തോന്നില്ല, പക്ഷേ മാർക്കറ്റ് അതിനെ വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ടെക്നിക്കലി ബിസിനസ് ടൈംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആരുടെയും ഒപ്പീനിയൻ മാർക്കറ്റിൻ്റെ ടോട്ടാലിറ്റി അല്ല എന്ന് പറയും. അതായത് നിങ്ങളുടെ ഒപ്പീനിയൻ ഒരിക്കലും മാർക്കറ്റിൻ്റെ ടോട്ടാലിറ്റി അല്ല. അതൊന്നും വിറ്റ് പോകില്ല. ഇങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് കുറച്ച് വിറ്റ് പോകാൻ സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റിൽ ഒരു സബ് സെഗ്മെൻ്റ് ഉണ്ട് അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ആരുടെയും ഒപ്പീനിയൻ മാർക്കറ്റിൻ്റെ ടോട്ടാലിറ്റി അല്ല. അതായത് നമ്മൾ വാല്യൂ കൽപ്പിക്കാത്ത നമ്മളുടെ പരിസരത്തൊക്കെ തന്നെ ഉള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലെല്ലാം നാച്ചുറൽ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നുണ്ട്. അതായത് നാച്ചുറൽ കോസ്മെറ്റിക്സും കാര്യങ്ങളും എല്ലാം. അതൊക്കെ ആ ലോക്കലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ. ഏതായാലും ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് അതിനെ വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. റിസൾട്ട് ഉണ്ടോ എന്നുള്ളതിലെല്ലാം മാർക്കറ്റ് വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ലോക്കൽ എന്താണ് കിട്ടുക?
ലോക്കൽ പ്രൊഡക്റ്റുകൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലമ്പൂർ കാടും ആ പരിസരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് നിലമ്പൂർ കാട്ടിൽ നിന്നുള്ള ഹണി തേൻ വിൽക്കുന്നുണ്ട്. അത് അവിടുന്ന് തന്നെ ഉള്ളതാണോ അല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ മാർക്കറ്റ് അതിന് വാല്യൂ കാണുന്നുണ്ട്, ഒരുപാട് പേര് അത് സെല്ല് ചെയ്യുന്നുണ്ട്, അവർക്ക് സെയിൽ നടക്കുന്നുണ്ട്. ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളുടെ ആ പ്രദേശത്ത് എന്താണ് പ്രൊഡക്റ്റ് ഉള്ളത്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും സ്റ്റോക്ക് എടുത്ത് വെക്കേണ്ട കാര്യമില്ല. ഞാൻ ഓൺലൈനിൽ ചെയ്യണതിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തംബ്നെയിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓൺലൈനിൽ പുറത്തൊരു ഷോപ്പ് തുടങ്ങുന്നതിനെ പറ്റിയിട്ടല്ല. അപ്പോൾ നമുക്ക് ഡേ 1 മുതൽ സ്റ്റോക്കും കാര്യങ്ങളും എല്ലാം വേണം. ഓൺലൈനിൽ എൻ്റെ ആവശ്യമില്ല. സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്നുള്ളത് കസ്റ്റമർ കാണുന്നില്ലല്ലോ, എല്ലാം നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിലാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്ര ഉണ്ടെന്നുള്ളതിൽ വലിയ കാര്യമില്ല. കാരണം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിഷയമല്ല, അവർക്ക് അവർ ഓർഡർ ചെയ്ത് കിട്ടിയാൽ മതി. അപ്പം നമുക്ക് ബൾക്കായിട്ട് സ്റ്റോക്ക് എടുത്ത് വെക്കാതെ നിങ്ങളുടെ ലോക്കലി തന്നെ ഓർഡർ വന്നതിന് ശേഷം പോയി സ്റ്റോക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റുകളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന റോ മെറ്റീരിയൽ യൂസ് ചെയ്ത് ചെയ്യാവുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റുകളുണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓർഡർ വരെയാണെങ്കിൽ മാത്രം ബൾക്കായിട്ടുള്ള രീതിയിൽ മൂവ് ചെയ്താൽ മതി. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകളെല്ലാം സെല്ല് ചെയ്യാൻ നേരത്ത് ലാഭമുള്ളത് ചെയ്യുക. ഞാൻ പല വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മിക്ക വീഡിയോയിലും ഇത് റിപ്പീറ്റ് ചെയ്യണുണ്ട്. ചിലർ അത് റിപ്പീറ്റ് ചെയ്ത് പറയല്ലേ എന്ന് പറയാറുണ്ട്, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഏത് ഐഡിയ പറയുമ്പോഴും ഞാനിത് റിപ്പീറ്റ് ചെയ്യണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. നിങ്ങളിതിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ലാഭമുള്ള പ്രൊഡക്റ്റുകളെ നിങ്ങൾ സെല്ല് ചെയ്യാവുള്ളൂ. അതായത് ലാഭമില്ലാതെ ആരും ബിസിനസ് ചെയ്യില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കേണ്ട. ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരക്കേടില്ലാത്ത മാന്യമായിട്ടുള്ള ലാഭം നമുക്ക് എടുക്കാൻ പറ്റണം. തീരെ വില കുറച്ച് കൊടുത്താൽ പോലും അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇത് വിറ്റ് പോവുള്ളൂ. വളരെ പ്രൈസ് സെൻസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ 10 രൂപ 50 രൂപ 100 രൂപയൊക്കെ റേഞ്ചിൽ വരുന്നതെല്ലാം നിങ്ങൾ ഒഴിവാക്കാം ഓൺലൈനിൽ. കാരണം ഒരുപാട് സെയിൽ ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരുമാനം ആ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും. അപ്പോൾ തരക്കേടില്ലാത്ത ലാഭമുള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ലോക്കൽ കിട്ടുമെന്ന് കരുതി ഞാൻ ഈ പറഞ്ഞ പോലെ ചില്ലറ വിലക്ക് വിൽക്കുന്ന ചില്ലറ ലാഭത്തിൻ്റെ ഒന്നും തൊട്ടേക്കരുത്. അതല്ലാത്ത മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. കുറച്ചും കൂടി ഇനിയിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ അതിൻ്റെ വലിയ ക്വാണ്ടിറ്റി കൊടുക്കാനായിട്ട് നോക്കുക. ഒരെണ്ണമായിട്ട് മാത്രമാണ് വാങ്ങിക്കുക, അത് ബണ്ടിലാക്കാനായിട്ട് നോക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ വാല്യൂ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നല്ല ലാഭം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെല്ല് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങും, കുറേയൊക്കെ സെയിൽ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും. പക്ഷെ എന്തൊക്കെ ചെയ്താലും മാസം അവസാനം അല്ലെങ്കിൽ അതിൽ നിന്നൊരു ലാഭം എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കാൻ നേരത്തെ ഒന്നും എടുക്കാനില്ല സത്യത്തിൽ അതിൽ നിന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അതിൻ്റെ വിശദീകരിച്ചിട്ടുള്ള വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിൽ നിങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതിനുശേഷം നിങ്ങൾ പ്രൊഡക്റ്റ് കണ്ടെത്തി അല്ലെങ്കിൽ എവിടുന്നോ ഇത് നിങ്ങൾക്ക് കിട്ടും, ഓർഡർ അനുസരിച്ച് എപ്പോൾ ചെന്നാലും കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഈ ഐഡിയനെ വാലിഡേറ്റ് ചെയ്യണം. ഐഡിയനെ വാലിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന് ഇത് ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ കയ്യിൽ എന്തോ വിൽക്കാനുണ്ട്, ഇനി മാർക്കറ്റിന് ഇത് ആവശ്യമുണ്ടോ എന്ന് അറിയണ്ടേ. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ പരസ്യങ്ങൾ റൺ ചെയ്യുക. ബൾക്കായിട്ടുള്ള ഇൻവെൻറ്റോറി എടുക്കാതെ, ബൾക്കായിട്ടുള്ള സ്റ്റോക്കുകളും കാര്യങ്ങളൊന്നും എടുക്കാതെ തന്നെ നിങ്ങൾ അതിൻ്റെ പരസ്യം അങ്ങോട്ട് റൺ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലെല്ലാം നമുക്ക് പരസ്യം റൺ ചെയ്യുക. എന്നിട്ട് അത് വേണ്ട കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാവും ഇതെന്ത് വിലയ്ക്ക് വരെ വിറ്റ് പോകും, ഇത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലാഭമുണ്ടോ, കസ്റ്റമേഴ്സ് ഒരു 10 പേര് വരാൻ നേരത്ത് കുറച്ച് പേരെങ്കിലും എടുക്കണുണ്ടോ, അപ്പോൾ നമുക്ക് പരസ്യം റൺ ചെയ്താലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഡാറ്റ ഉണ്ടല്ലോ. മാർക്കറ്റിന് ഇത് ആവശ്യമുണ്ടോ, നമുക്ക് ലാഭം കിട്ടുമോ എന്നൊക്കെ ഉള്ള ആ വാലിഡേഷൻ നമുക്ക് ഈ സ്റ്റേജിൽ വെച്ച് നടത്താനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ മാർക്കറ്റിംഗ് ചെയ്യുക. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഓൺലൈനിൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് നിങ്ങൾക്കത് വിറ്റ് പോകുമോ ഇല്ലയെന്ന് അറിഞ്ഞതിന് ശേഷം റിസ്ക് ഇല്ലാതെ ബിസിനസ് റൺ ചെയ്യുന്നതിനെ പറ്റി ഞാൻ പറയണത്. റിസ്ക് വളരെ മിനിമലാക്കി വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് വലിയ നഷ്ടമോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു പ്രൊഡക്റ്റ്, ഒരു സർവീസ് നിങ്ങളുടെ അടുത്ത് വേണം. അത് ലാഭകരമായിട്ട് നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കണം. ഈ ഐഡിയനെ വാലിഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഓൺലൈനിലെ കുറച്ച് റൂൾസ് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം.
പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പ്രൊഡക്റ്റ് ആവരുത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ കിട്ടിയതിന് ശേഷം ഇതെല്ലാം കൊറിയർ അയച്ചു കൊടുക്കുകയാണ്. നമ്മളുടെ പരിസരത്തുള്ള ആളുകൾക്കല്ല നമ്മൾ ഈ സെല്ല് ചെയ്യണം. ഓൺലൈൻ എന്ന് പറയാൻ നേരത്ത് വളരെ വിശാലമാണ്. ഇന്ത്യയുടെ എവിടെയും നമുക്ക് സെല്ല് ചെയ്യുക, ഈവൻ വിദേശത്തേക്ക് വരെ നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. അധിക സമയവും നമ്മുടെ പരിസരത്തു നിന്ന് വളരെ അകലെയുള്ള ആളുകൾക്കായിരിക്കും നമ്മളിത് ഓർഡർ വന്നതിന് ശേഷം കൊറിയർ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കൊറിയർ അയച്ചു കൊടുക്കാൻ നേരത്ത് പെട്ടെന്ന് പൊട്ടുന്ന പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ കൊറിയർ കമ്പനികൾ അത് പല സ്ഥലത്തേക്കൊക്കെ തട്ടി മാറ്റിയിട്ട് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് പൊട്ടുന്ന പ്രൊഡക്റ്റുകൾ, ഡാമേജ് വരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ ഒഴിവാക്കുക. പിന്നെ ഭയങ്കര കനമുള്ള പ്രൊഡക്റ്റുകൾ, നല്ല തൂക്കമുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. കാരണം ഷിപ്പിംഗ് ചാർജ് നല്ല രീതിയിൽ വരും. ഷിപ്പിംഗ് ചാർജ് നല്ല രീതിയിൽ വരാൻ നേരത്ത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറുടെ ലോക്കൽ പരിസരത്തു നിന്ന് തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കും. കാരണം ഇത്രയും ഷിപ്പിംഗ് ചാർജും കൊടുത്ത് നമ്മൾ അത്രയും ദൂരത്തു നിന്ന് വാങ്ങണ്ടല്ലോ എന്ന് കരുതി കസ്റ്റമർ അവരുടെ ലോക്കലി തന്നെ അതെങ്ങനെയെങ്കിലും സോഴ്സ് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ഒരുപാട് തൂക്കമുള്ള പ്രൊഡക്റ്റുകൾ, നിങ്ങൾ നല്ല തൂക്കമുള്ള കനമുള്ള പ്രൊഡക്റ്റുകളുണ്ടല്ലോ, ഷിപ്പിംഗ് ചാർജ് ചിലപ്പോൾ പ്രൊഡക്റ്റിൻ്റെ വിലയേക്കാൾ കൂടുതൽ ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഭയങ്കര വലിപ്പമുള്ള പ്രൊഡക്റ്റുകൾ, നല്ല വലിപ്പമുള്ള വലിയ ലോറിയിലൊക്കെ കയറ്റി അയക്കാൻ പറ്റുന്ന ടൈപ്പ് ഫർണിച്ചറുകൾ, കാര്യങ്ങൾ, ഇതെല്ലാം ദൂരെയുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫർണിച്ചർ ഷോപ്പൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയത് സോഷ്യൽ മീഡിയയിൽ ലോക്കൽ ആഡ്സ് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആ പരിസരത്ത് വന്ന് വാങ്ങി പോകാൻ പറ്റുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാം. ഞാൻ പറയണത് പുതിയതായിട്ട് ഇറങ്ങുന്ന ആളുകൾ, എന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ആളുകൾ ഈ പെട്ടെന്ന് ഇതിലേക്കൊന്നും എടുത്ത് ചാടാതിരിക്കും. ഒരുപാട് വലിപ്പമുള്ളത്, ഒരുപാട് തൂക്കമുള്ളത്, പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയുള്ളതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. ഒരു ഷൂ ബോക്സ് ഉണ്ടല്ലോ, ഒരു ഷൂ നമുക്ക് കിട്ടണ ഒരു ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിൻ്റെ വലിപ്പമൊക്കെ ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാതിരുന്നാൽ കുറച്ചും കൂടി നന്നായിരിക്കും. ആ ഷൂ ബോക്സിൽ ഇപ്പോൾ ലേഡീസ് ബാഗ്, അതേപോലെ തന്നെ ഗാഡ്ജറ്റുകൾ, അതേപോലെ തന്നെ സ്നീക്കർ, ഡ്രസ്സ് ഐറ്റംസ്, ഇതൊന്നും പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയില്ലാത്ത ജ്വല്ലറികൾ, അങ്ങനത്തെ ഒരുപാട് കാറ്റഗറികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടോയ്സ്, ചെറിയ ടോയ്സ് നമുക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പല കാറ്റഗറികളുണ്ട് ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയനോട് സ്യൂട്ടായിട്ട് വരുന്നത്. അപ്പോൾ ആ ഏതെങ്കിലും ഒരു മേഖല നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പെട്ടെന്ന് പൊട്ടിപ്പോണതാവരുത്, അതുപോലെ തന്നെ നല്ല വലിപ്പവും തൂക്കമുള്ളതാവരുത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് ലാഭമുള്ള ഐറ്റത്തിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുക. എന്തെങ്കിലും എടുത്ത് വിറ്റിട്ട് കാര്യമില്ല. നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾക്കൊരു ഇൻകം പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ലാഭം ഉള്ളത് മാത്രം സെല് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം വിശദമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.